തുറവൂർ മഹാക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി മഹോത്സവം. ഒരു വർഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷ ദിവസങ്ങളുള്ള കേരളത്തിലെ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് തുറവൂർ ക്ഷേത്രം. ആനയെഴുന്നള്ളിപ്പ് തന്നെയാണ് ഉത്സവത്തിൻ്റെ പ്രത്യേകത. അന്നേ ദിവസത്തെ ആനയെഴുന്നള്ളിപ്പ് ചിത്രീകരിക്കുന്നതിനായാണ് ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി കനത്ത മഴയാണ് പെയ്തത്. മഴ കാരണം ക്യാമറ പോലും പുറത്തെടുക്കാനാവാത്ത അവസ്ഥ. സാഹചര്യം ഇങ്ങനെയെങ്കിലും പോയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ചിത്രീകരിക്കണമെന്ന് വിചാരിച്ചാണ് ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയത്. ആനകളെല്ലാം തന്നെ മഴ നനഞ്ഞ് കൃത്യസമയത്ത് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തി. തൃക്കടവൂർ ശിവരാജുവും പാർണൂർ നന്ദനും തിരുവല്ല ജയരാജനും തണ്ണീർക്കര മണികണ്ഠനുമാണ് അന്നേ ദിവസം ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആനകൾ ക്ഷേത്രത്തിലെത്തിയിട്ടും മഴ തുടരുന്നതിനാൽ എഴുന്നള്ളിപ്പ് തുടങ്ങാൻ സമയം ഏറെ വൈകി. 2 ആനകളെ മാത്രം പങ്കെടുപ്പിച്ച് ചടങ്ങ് മാത്രമായാണ് വൈകിട്ടത്തെ എഴുന്നള്ളിപ്പ് തുടങ്ങിയത്. തിരുവല്ല ജയരാജനും തണ്ണീർക്കര മണികണ്ഠനുമാണ് എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. മഴ ഇല്ലാതിരുന്നതിനാൽ തന്നെ രാവിലെയുള്ള എഴുന്നള്ളിപ്പ് വളരെ ഭംഗിയായി തന്നെ നടന്നിരുന്നു. കാര്യം ശരിയാണ്, മഴ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഗജവീരൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. ചടങ്ങ് പ്രകാരം മഴ നിൽക്കുന്നതിനാൽ 3 വലത്ത് വെച്ച് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കുകയാണ്. വിചാരിച്ചതിന് പ്രകാരം ചിത്രീകരിക്കാൻ സാധിച്ചില്ല എങ്കിലും മഴയാൽ വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിച്ച
തുറവൂർ നരസിംഹ ജയന്തി മഹോത്സവം. ഇനിയും ഇതുപോലെയുള്ള ഭംഗിയാർന്ന കാഴ്ചകൾക്ക് സാക്ഷിയാകാൻ സാധിക്കട്ടെ എന്ന് മനസ്സിലാഗ്രഹിച്ചോളട്ടെ.